ഹായ്, നമസ്കാരം. ദിലീപിൻ്റെ ഒരു സിനിമ ബബ്ബ ഇറങ്ങിയ സമയത്ത് അത് ബഹിഷ്കരിക്കണം, അത് കാണില്ല എന്നും പറഞ്ഞ് ഒത്തിരി പേര് മുൻപോട്ട് ഇറങ്ങി വന്നിരുന്നു. ഒത്തിരി പേര് അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗിൻ്റെ ഒരു എന്നാ പറയുക, ഒരു പെരുമഴ തന്നെയായിരുന്നു അന്ന്. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും തന്നെയായിരുന്നു അവസ്ഥ. അതുപോലെ ആൾക്കാർ ആ സിനിമയെ ഹേറ്റ് ചെയ്തിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് അനോമി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. അന്നെല്ലാവരും പറഞ്ഞു അനോമി ഇറങ്ങുന്നുണ്ട്, ഭാവയുടെ ഇറങ്ങുന്നുണ്ട്, അത് ഞങ്ങൾ വിജയിപ്പിക്കും, ഞങ്ങൾ വൺ ഹിറ്റാക്കും എന്ന് പറഞ്ഞ ആൾക്കാർ സത്യം പറഞ്ഞാൽ വളരെ ക്രൂരതയാണ് ചെയ്തത്. ഇന്ന് സിനിമ ഇറങ്ങിയിട്ട് 6ാമത്തെ ദിവസമാണ്. ഇപ്പോൾ കളക്ഷൻ നോക്കുമ്പോൾ, ടോട്ടൽ കളക്ഷൻ നോക്കുമ്പോൾ 1.26 കോടി രൂപയാണ് ആ സിനിമയ്ക്ക് ആകെ കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും സപ്പോർട്ട് ചെയ്ത ജനങ്ങൾ, അത്രയ്ക്കും ഭയങ്കരമാക്കി ജനങ്ങൾ, സോഷ്യൽ മീഡിയയിൽ കടന്ന് സപ്പോർട്ട് ചെയ്ത ജനങ്ങൾ എന്തുകൊണ്ട് സിനിമ കാണാൻ പോകുന്നില്ല? അത്രയും സപ്പോർട്ട് ജനങ്ങൾ പോയിരുന്നെങ്കിൽ ഇന്ന് ആ സിനിമയ്ക്ക് ഇതിലും വലിയ കളക്ഷൻ കിട്ടിയേനെ. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന് മാത്രം കുറേ ഹാഷ്ടാഗ് ഇട്ട് അവൾക്കൊപ്പം ഇരയോടൊപ്പം അവൾക്കൊപ്പം എന്ന് പറയാനല്ലാതെ ആ പറഞ്ഞ ഹാഷ്ടാഗിന് ശരിക്കൊരു പിന്തുണ കൊടുക്കാൻ പോലും പലരും ഇല്ല. വെറുതെ ആൾക്കാരെ മുമ്പിൽ അവൾക്കൊപ്പം എന്ന് പറയുന്നല്ലാതെ ആൾക്കാരെ കാണിക്കാനല്ല. അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ അവൾക്ക് കൂടെ നിൽക്കണം, അവളുടെ സന്തോഷത്തിനും ദുഃഖത്തിനും എല്ലാത്തിനും കൂടെ നിൽക്കണം. അല്ലാതെ ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രം അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ആരും ഇറങ്ങരുത്. ഇപ്പം എൻ്റെ നാട്ടിൽ സിനിമയില്ല, അതുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്. എൻ്റെ നാട്ടിൽ സിനിമ ഉണ്ടായിരുന്നു, ഞാൻ പോയി കണ്ടേനെ. കണ്ണൂരാണ് സിനിമയുള്ളൂ, എൻ്റെ നാട്ടിലേ സിനിമയില്ല. എനിക്ക് കണ്ണൂർ പോകണമെങ്കിൽ 10-50 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ പോകണമെങ്കിൽ സിനിമയാണ്. എൻ്റെ നാട്ടിൽ എനിക്ക് തിയേറ്ററുണ്ട്, ഇവിടെ എങ്ങും തിയേറ്ററിലും സിനിമയൊന്നും ഓടുന്നില്ല. ഈ അന്ന് ഹാഷ്ടാഗ് ഇട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ എവിടെ? നിങ്ങളെന്താണ് പടം കാണാൻ പോകത്ത്? എന്തിനാണ് ഈ ഹാഷ്ടാഗിലൂടെ മാത്രം അവൾക്കൊപ്പം എന്ന് പറയുന്നത്? അനോമി നല്ലൊരു സിനിമയാണെന്ന് കേൾക്കുന്നുണ്ട്, നല്ലൊരു ഡീസൻ്റായിട്ട് നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആൾക്കാർ ആ പടം കാണാൻ പോകുന്നില്ല? അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് കുറേ ഫെമിനിസ്റ്റുകൾ കുറേ ആൾക്കാരുണ്ട്, അവരാരും കാണാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. വീട്ടമ്മമാരടക്കം എല്ലാവരും ഹാഷ്ടാഗ് കൊണ്ടുവന്ന ആൾക്കാരാണ്. അവരാരും പടം കാണാൻ പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ ഇത്രയും കളക്ഷനേ ഉള്ളൂ. ഈ 6 ദിവസമായിട്ട് 1.26 കോടി കളക്ഷനേ വന്നിട്ടുള്ളൂ. ഇതിലും വലിയ കളക്ഷൻ വരേണ്ട പടമല്ലേ ഇത്? നല്ല പടമാണെന്നാണ് പൊതുവേ ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത്. നല്ല പടമാണ്, അത്യാവശ്യം കുഴപ്പമില്ല, ഡീസൻറ്റ് പടമാണ്, കണ്ടിരിക്കാമെന്നൊക്കെയാണ് അറിഞ്ഞത്. പക്ഷെ ആൾക്കാരെന്തുകൊണ്ട് പോകുന്നില്ല? ഇങ്ങനെ എന്താ പറയണ്ടേ, ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അവൾക്കൊപ്പം എന്നൊരു ഹാഷ്ടാഗ് ഇട്ട് കൊണയടിക്കുന്ന പോലെയല്ല. അവൾക്കൊപ്പം എന്ന് കൂടെ പോകണം, അവളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം കൂടെ നിൽക്കണം. അല്ലാതെ ഈ 4 ആളെ കാണിക്കാൻ വേണ്ടി മാത്രം സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലയ്ക്കുന്ന പരിപാടിയല്ല. ഇത്രയും സപ്പോർട്ടുള്ള ജനങ്ങൾ, ഇത്രയും സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പോയി കാണണം പടം. എല്ലാവരും പോയി കാണും. നല്ല പടമാണെങ്കിൽ പോയി കാണും, തീർച്ചയായിട്ടും കാണണം. നല്ല പടമാണെന്ന് പറയുന്നത് എല്ലാവരും പോയി കാണും. ആ പടത്തിന് വിജയിപ്പിക്കുക. കുറച്ചുകൂടെ ഇനിയും കളക്ഷൻ വരാം. ആ സിനിമ സത്യം പറഞ്ഞാൽ ജനങ്ങൾ ഇനിയും കണ്ടാൽ ഇനിയും കളക്ഷൻ വരും. ഓക്കെ.